ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഫസർ PS വേലായുധൻ്റെ ലോക ചരിത്രത്തിൻ്റെ ഒന്നാം ഭാഗത്തിൽ 9-ാം അധ്യായമാണ് നമ്മൾ നോക്കുന്നത്. പ്രാചീന ചൈനയെക്കുറിച്ചുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ. ചൈന സാമ്രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൈനയുടെ ആദിമ ചരിത്രം ഇരുളാണ്ട് കിടക്കുകയാണ്. ചൈനക്കാർ എവിടെ നിന്ന് എപ്പോഴാണ് ചൈനയിൽ വന്ന് സ്ഥിരതാമസം ഉറപ്പിച്ചതെന്ന വസ്തുത അജ്ഞാതമാണ്. ആദ്യ ദശയിൽ ചൈന നഗരരാഷ്ട്രങ്ങളുടെ നാടായിരുന്നു. കാലക്രമത്തിൽ അവയെല്ലാം സംയോജിച്ച് ഒരു സാമ്രാജ്യം ഉടലെടുത്തു. ഈ സാമ്രാജ്യം ഭരിച്ച ആദ്യത്തെ രാജവംശത്തിന് ഷാങ് രാജവംശം എന്നായിരുന്നു പേര്. BC 1750 മുതൽ 1125 വരെയായിരുന്നു ഷാങ് രാജവംശത്തിൻ്റെ കാലഘട്ടം. ഈ ഒരു രാജവംശത്തെ തുടർന്ന് BC 1125 മുതൽ 250 വരെ ചൗ രാജവംശം രാജ്യം ഭരിച്ചു. BC 12-ാം നൂറ്റാണ്ടിൽ ചൈന സാമ്രാജ്യം താരതമ്യേന ചെറുതായിരുന്നു. മംഗോളിയയും മഞ്ചൂറിയയും തിബത്തും അതിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഈ പരിമിത സാമ്രാജ്യത്തിന് മധ്യമ രാജ്യം എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. കാരണം അതിൻ്റെ വടക്കും പടിഞ്ഞാറും തെക്കുമുള്ള പ്രദേശങ്ങൾ ബാർബേറിയൻ വർഗ്ഗക്കാരായ ജനങ്ങൾ അധിവസിച്ചിരുന്ന സ്ഥലങ്ങളാൽ ചുറ്റപ്പെട്ടവയായിരുന്നു. ഈ കൂട്ടർ ചൈന രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ഒരു ഭീഷണിയായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ചക്രവർത്തിയുടെ സാമന്തരായ രാജാക്കന്മാരും പ്രഭുക്കളും ഭരിച്ചിരുന്ന പല രാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഇവർ സാമ്രാജ്യ അതിർത്തിയിലെ കാവൽ ഭടന്മാരായിട്ടാണ് വർത്തിച്ചിരുന്നത്. പുറത്തുനിന്ന് ആക്രമിച്ച ബാർബേറിയന്മാരെ ചെറുത്തു തോൽപ്പിച്ച് സാമ്രാജ്യം സംരക്ഷിച്ച ഈ സാമന്ത ശക്തികൾ സ്വതന്ത്ര ഭരണാധികാരികളായി തീരുകയും പേരിന് മാത്രം ചക്രവർത്തിയുടെ മേൽക്കോയ്മ അംഗീകരിക്കുകയും ചെയ്യാനിടയായി. BC 6-ാം നൂറ്റാണ്ടിൽ ചക്രവർത്തിയുടെ നാമമാത്ര മേധാവിത്വത്തിൽ ഇടപ്രഭുക്കന്മാരുടെ കെട്ടുറപ്പില്ലാത്ത ഒരു സംയുക്ത ഭരണ സമ്പ്രദായമാണ് നിലവിലുണ്ടായിരുന്നത്. ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയിലുള്ള ഈ ഭരണകൂടം ക്രമേണ കൂടുതൽ വഷളായി വരികയും അവസാനം ചൈനയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള ചിൻ രാജ്യത്തിൻ്റെ അധിപതി ചൗ രാജവംശത്തെ മറിച്ചിടുകയും ചെയ്തു. ഏതാണ്ട് BC 250-ലാണ് ഇതുണ്ടായിട്ടുള്ളത്. തുടർന്നുണ്ടായ ആദ്യ സമരം BC 221-ലാണ് അവസാനിച്ചത്. സമരത്തിൽ വിജയിയായ രാജാവ് ചക്രവർത്തിയായിട്ട് അവരോധിക്കപ്പെട്ടു. അദ്ദേഹം ഒന്നാമത്തെ ചക്രവർത്തി എന്നർത്ഥം വരുന്ന ഷിഹ്വന്തി എന്ന നാമധേയം സ്വീകരിച്ചു. ചരിത്രത്തിൽ ഈ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം BC 212 വരെ ഭരിച്ചു. ചിൻ രാജവംശത്തിൻ്റെ സ്ഥാപകൻ അദ്ദേഹമാണ്. അദ്ദേഹം ഫ്യൂഡലിസം അവസാനിപ്പിക്കുകയും സുശക്തമായ കേന്ദ്രഭരണം സ്ഥാപിക്കുകയും ചെയ്ത് തികച്ചും ഒരു ചക്രവർത്തിയായി തന്നെ ഭരണം നടത്തി. സുസംഘടിതമായ ഒരു സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം സാമ്രാജ്യ സീമ യാങ്സ്തി നദിക്കപ്പുറം തെക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. തൻ്റെ ഏകഛത്രാധിപത്യത്തിൽ അദ്ദേഹം സാമ്രാജ്യത്തെ ഏകീകരിക്കുകയും രാജ്യത്തൊട്ടാകെ റോഡുകളും തോടുകളും നിർമ്മിച്ച് ഏകീകരിക്കുന്നതിന് കെട്ടുറപ്പ് നൽകുകയും ചെയ്തു. ചൈന വടക്ക് നിന്ന് പ്രബലന്മാരായ ഹൂണന്മാരുടെ ആക്രമണത്തിന് അടിക്കടി വിധേയമായിക്കൊണ്ടിരുന്നു. ഈ ആക്രമണം തടയാൻ ചക്രവർത്തി ചീന വൻകോട്ട അഥവാ ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന നിർമ്മിച്ചു. 1500 മൈൽ നീളവും 22 അടി പൊക്കവും 20 അടി വീതിയുമുള്ള ഈ കോട്ട തടവുപുള്ളികൾ 10 കൊല്ലം കൊണ്ടാണ് പണിതീർത്തത്. ചൈനയിലെ പണ്ഡിതന്മാരുടെ പഴഞ്ചൻ തത്വസംഹിതയെ പാടെ നിരസിച്ചതുകൊണ്ട് ഷിഹ്വന്തി അവരുടെ അപ്രീതിക്ക് പാത്രീഭൂതനായി. തൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വിലങ്ങുതടിയായി പണ്ഡിതന്മാർ നിന്നപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങൾ മാത്രമല്ല അവരെയും അദ്ദേഹം നശിപ്പിച്ചു. അദ്ദേഹത്തെ ചെറുക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം കലാപങ്ങൾ തലപൊക്കുകയും കലാപകാരികൾ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ BC 206 ചിൻ രാജവംശം അവസാനിച്ചു. ഇനി ചൈനയിലെ നാഗരികതയെക്കുറിച്ച് നോക്കാം. ഏറ്റവും പുരാതനമായ നാഗരികതകളിൽ ഒന്നാണ് ചൈനീസ് നാഗരികത. 7000 കൊല്ലത്തിലധികം അത് അപങ്കുരമായി നിലനിന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. ചൈനീസ് നാഗരികത വിദേശീയ ഘടകങ്ങളെ ഉൾക്കൊള്ളാതെ തനി നാടൻ മണ്ണിൽ മുളച്ചു വളർന്ന നാഗരികതയായിരുന്നു. നവീന ശിലായുഗം, വെങ്കലയുഗം എന്നീ കാലഘട്ടങ്ങളിൽ കൂടി ഏകദേശം BC 500 ആയപ്പോഴേക്കും
ആയസ യുഗത്തിൽ എത്തിച്ചേർന്നു. അസീരിയയിലും ഈജിപ്തിലും പ്രയോഗത്തിൽ വന്ന് 2-3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ചൈനക്കാർക്ക് ഇരുമ്പായുധങ്ങൾ സുപരിതങ്ങളായിട്ട് മാറിയത്. ചൈനക്കാരുടെ ഇടയിൽ ചിരപുരാതന കാലം മുതൽക്ക് തന്നെ ഒരു പ്രത്യേക ലിഖിത സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. ഒരു ചരടിൽ പലതരം കെട്ടുകൾ കെട്ടിയാണ് അവർ ആദ്യമായി ആശയവിനിമയം ചെയ്തിരുന്നത്. ഓരോ കെട്ടിനും ഓരോ അർത്ഥമുണ്ടായിരുന്നു. ചിത്രലിപികളിൽ കൂടി ആശയപ്രകാശനം നടത്തുകയായിരുന്നു അടുത്ത പടി. ഒരു വാക്കിൻ്റെ സ്ഥാനത്ത് ഒരു ചിത്രമായിരുന്നു ഈ വിചിത്രമായ അക്ഷരമാലയിൽ അടങ്ങിയത്. ഇന്ന് ചൈനക്കാർ ഉപയോഗിച്ചിരുന്ന അക്ഷരമാലയുടെ ഉത്ഭവം ഇങ്ങനെയായിരുന്നു. രോമം കൊണ്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് BC 3-ാം നൂറ്റാണ്ട് മുതൽ അവർ എഴുതി വന്നു. കടലാസ് കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പേപ്പറസ് ചൈനയിലേക്ക് പ്രവേശിപ്പിച്ചില്ല. ക്രിസ്തുവർഷം 2-ാം നൂറ്റാണ്ടിൽ ചൈനക്കാർ പഴന്തുണിയും പഴകിയ മത്സ്യബന്ധന വലകളും ഇഴുകിച്ചേർത്ത് കടലാസ് ഉണ്ടാക്കാൻ പഠിച്ചു. യുദ്ധത്തിലെ തടവുകാരായി പിടിക്കപ്പെട്ട ചൈനക്കാരിൽ നിന്ന് ഈ വിദ്യ അറബികൾ ഗ്രഹിക്കുകയും അറബികളിൽ നിന്ന് ക്രിസ്താബ്ദം 13-ാം നൂറ്റാണ്ടിൽ ഇത് ഇറ്റലിക്കാരും സ്പെയിൻകാരും പഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് യൂറോപ്പിൽ കടലാസിൻ്റെ ഉപയോഗം നടപ്പിലായത്. പ്രാചീന ചൈനക്കാര് പല പ്രയോജന കലകളിലും പ്രാവീണ്യം നേടിയവരായിരുന്നു. ചൗ രാജവംശകാലത്ത് തന്നെ ജലസേചനവും ഭൂവിതരണവും വഴി വലിയ കാർഷിക അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. BC 2-ാം നൂറ്റാണ്ടിൽ ശില്പവിദ്യ വലിയ പുരോഗതി പ്രാപിച്ചു. ശവകുടീരത്തിന്റെ ഉൾഭാഗത്തുള്ള ചുമരുകളിൽ കരിങ്കല്ല് കൊണ്ട് കൊത്തിയ രൂപങ്ങൾ ഇതിന് തെളിവാണ്. പ്രാചീന ചൈനീസ് സംസ്കാരം ചിന്താമണ്ഡലത്തിൽ അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ 3 ദാർശനികന്മാരുടെ നാമധേയം പ്രത്യേകം സ്മരണീയമാണ്. ലാവോസെ, കൺഫ്യൂഷ്യസ്, മെൻസിയസ് എന്നിവർ. ലാവോസെ BC 604 ജനിച്ച് 87 സംവത്സരക്കാലം ജീവിച്ചതായി വിശ്വസിക്കപ്പെടുന്നുണ്ട്. ചൈനയിലെ ഏറ്റവും മഹത്തായ മതങ്ങളിലൊന്നായ താവോ മതത്തിന്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ചൈനയിലെ ഗൗതമ ബുദ്ധനായി ചില ചരിത്രകാരന്മാർ ചിത്രീകരിക്കാറുണ്ട്. ബുദ്ധമാർഗം പോലെ തന്നെ ഒരു മാർഗമായിരുന്നു താവോ മതം. താവോ എന്ന വാക്കിന് തന്നെ മാർഗം എന്നായിരുന്നു അർത്ഥം. ഭൗതിക ലോകത്തിൽ നിന്ന് വിരമിച്ച് മനഃശാന്തിയോടുകൂടി പ്രകൃതിയെ ധ്യാനിക്കുക എന്നതായിരുന്നു താവോ മതത്തിന്റെ അന്തസാരം. മോഹമാണ് എല്ലാവിധ തിന്മകളുടെയും അടിസ്ഥാനമെന്നും ജീതേന്ദ്രിയത്വം കൊണ്ട് മാത്രമേ ശാശ്വത ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ എന്നുമാണ് ബുദ്ധമതത്തെ പോലെ താവോ മതവും സിദ്ധാന്തിച്ചിരുന്നത്. നിങ്ങൾ കലഹത്തിന് പുറപ്പെടാതിരുന്നാൽ ഭൂമുഖത്തിൽ ആർക്കും നിങ്ങളോട് കലഹിക്കാൻ കഴിയുകയില്ല എന്നാണ് ലാവോസെ പഠിപ്പിച്ചിരുന്നത്. ദ്രോഹത്തെ ദയ കൊണ്ട് നേരിടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്ബോധനം. ലാവോസയുടെ കാലശേഷം ജനങ്ങൾ അദ്ദേഹത്തെ ഒരു ദൈവമായി ആരാധിക്കാൻ തുടങ്ങി. സാമാന്യ ജനങ്ങളുടെ ഹൃദയാന്തർഭാഗങ്ങളിൽ അത്രത്തോളം തന്നെ അദ്ദേഹം തങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. പ്രാചീന ചൈനയിലെ ദാർശനികരിൽ അഗ്രഗണ്യൻ കൺഫ്യൂഷ്യസ് ആയിരുന്നു. BC 581 മുതൽ 497 വരെ അദ്ദേഹം ജീവിച്ചു. ചൈനയിലെ തത്വചിന്താ ചരിത്രത്തിൽ കൺഫ്യൂഷ്യസിൻ്റെ യുഗം പോലെ അവിസ്മരണീയമായ ഒരു യുഗം വേറെ ഉണ്ടായിട്ടില്ല. ചൈനയിലെ ഒരു പുരാതന കുടുംബത്തിൽ ഒരു സൈനികോദ്യോഗസ്ഥൻ്റെ പുത്രനായി ജനിച്ച അദ്ദേഹം തൻ്റെ 22-ാമത്തെ വയസ്സിൽ സ്വന്തം ഭവനത്തിൽ തന്നെ ഒരു അധ്യാപകനായി പ്രവർത്തനം ആരംഭിച്ചു. ആദ്യം കേവലം 3 വിദ്യാർത്ഥികളുമായി അധ്യാപന വൃത്തി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കീഴിൽ കാലക്രമത്തിൽ 3000-ൽ പരം വിദ്യാർത്ഥികളാണ് പഠനത്തിലുണ്ടായിരുന്നത്. 51-ാമത്തെ വയസ്സിൽ അദ്ദേഹം സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിച്ചു. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്യോഗം ഉപേക്ഷിച്ചു. 14 സംവത്സരക്കാലം ദേശാടനം ചെയ്തതിനു ശേഷം സ്വദേശത്ത് മടങ്ങിയെത്തി. ഒരു വിദ്യാലയം സ്ഥാപിച്ച് ജീവപര്യന്തം ഒരു അധ്യാപകനായി കഴിച്ചുകൂട്ടി. കുടുംബജീവിതത്തിൽ അധിഷ്ഠിതമായ തത്വസംഹിതയായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വചിന്തയുടെ നാരായ വേര്. ജ്ഞാനത്തിൻ്റെ ഉദയം കുടുംബത്തിലാണ്. അച്ചടക്കമുള്ള കുടുംബത്തിലെ അച്ചടക്കമുള്ള വ്യക്തിയാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാനം. അതിനാൽ വ്യക്തി വികസനമാണ് സാമൂഹിക പുരോഗതിയുടെ അടിത്തറ എന്ന് അദ്ദേഹം പറഞ്ഞു. വ്യക്തികൾ രാജാവിനോട് ഭക്തിയും മാതാപിതാവിനോട് കൂറും മറ്റുള്ളവരോട് സഹോദര സ്നേഹമുള്ളവരായി വർത്തിക്കണം. ആത്മാർത്ഥതയും മര്യാദപൂർവമായ പെരുമാറ്റവുമാണ് ഉത്തമ ജീവിതത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇതെല്ലാമാണ് കൺഫ്യൂഷ്യസിൻ്റെ തത്വോപദേശങ്ങളുടെ കാതൽ. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ വമ്പിച്ച സ്വാധീനം ചെലുത്തിയിട്ടുള്ള പഴഞ്ചൊല്ലുകളായിട്ട് നിലനിന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നതുവരെ ചൈനക്കാരുടെ ഇടയിൽ ഇത്രയധികം ആത്മീയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു മഹാൻ കൺഫ്യൂഷ്യസിനെ പോലെ വേറെ ഉണ്ടായിട്ടില്ല. ഷാങ് രാജവംശത്തിൻ്റെ ഉദയം മുതൽ മഞ്ജു രാജവംശത്തിൻ്റെ അധപതനം വരെ ഏകദേശം 2000 കൊല്ലത്തോളം കൺഫ്യൂഷ്യസ് ചൈനയിലെ ബഹുജന മനസ്സിൻ്റെ അതിനായകനായിട്ട് മാറി.
കൺഫ്യൂഷ്യസ് കഴിഞ്ഞാൽ പ്രാചീന ചൈനയിൽ ഏറ്റവും പ്രസിദ്ധനായ ചിന്തകന് മെൻസിയസ് ആയിരുന്നു. BC 372 മുതൽ 289 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. തത്വചിന്ത പഠിപ്പിക്കാൻ അദ്ദേഹം ഒരു പള്ളിക്കൂടം തുറന്നു. അതിൽ പ്രശസ്തരായ അനേകം വിദ്യാർത്ഥികൾ വന്ന് പഠിച്ചു. കൺഫ്യൂഷ്യസിൻ്റേതുപോലെ തന്നെ മതനിരപേക്ഷമായ ഒരു തത്വചിന്തയായിരുന്നു മെൻസിയസിൻ്റേതും. മനുഷ്യർ സ്വതേ നല്ലവരാണെന്നും ഭരണാധികാരികളുടെ ക്രൂരത കൊണ്ടാണ് സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നുമാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. സൽക്കർമ്മം സാധ്യതപ്രായമാക്കാൻ രാജാക്കന്മാർ ദാർശനികന്മാർ രാജാക്കന്മാരാവുകയോ ചെയ്യണമെന്നും ഉത്തമനായ ഭരണാധികാരി മറ്റു രാജ്യങ്ങളോടല്ല അജ്ഞതയോടും ദാരിദ്ര്യത്തോടുമാണ് യുദ്ധം ചെയ്യേണ്ടതെന്നും അദ്ദേഹം വാദിച്ചു. സ്വേച്ഛാധിപത്യത്തിനെതിരായ വിപ്ലവത്തിന് അദ്ദേഹം പരസ്യമായ ആഹ്വാനം നൽകിയതിനാൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായി. എന്നാൽ മെൻസിയസ് ജനാധിപത്യ ഭരണത്തിനെതിരായിരുന്നു. വിദ്യാഭ്യാസമുള്ളവർക്ക് ഭരിക്കാൻ യോഗ്യതയുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മതം. അതിനാൽ സ്ഥിതി സമത്വവാദികളും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായി മാറി. മനുഷ്യരുടെ ഇടയിലെ ലാഭക്കൊതിയെ അദ്ദേഹം പരസ്യമായി അപലപിച്ചു. 1911 ചൈനീസ് വിപ്ലവം വരെ മെൻസിയസ് ചൈനക്കാരുടെ ആരാധനാമൂർത്തികളിൽ ഒരാളായിരുന്നു. ഇത്രയുമാണ് പ്രാചീന ചൈനയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ പ്രാചീന ഭാരതത്തെക്കുറിച്ചുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.